ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്നൊരു അടിപൊളി പക്കവടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇഫ്താറിൻ്റെ സമയത്തും അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവടയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന ചീരയിലയും മുരിങ്ങയിലയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പക്കവട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പക്കവടക്ക് വേണ്ട ചീരയിലയും മുരിങ്ങയിലയൊക്കെ ഉമ്മാൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയാണ്. ഇനി കുറച്ച് പൊടികളും കൂടി ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 1/4 കപ്പ് കടലപ്പൊടിയാണ്. ഇതൊരു 1/2 കപ്പ് മൈദപ്പൊടിയാണ്. ഇനി ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീരയിലയും മുരിങ്ങയിലയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ പിടി ചീരയില ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതൊരു കപ്പോളം മുരിങ്ങയിലുണ്ട്. ഇനി ഇതെല്ലാം ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇതെനിക്ക് ഉപ്പ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. നമ്മളിപ്പോൾ റമദാനൊക്കെ ആണല്ലോ, അപ്പോൾ ഇഫ്താറിന് എന്നും ഓരോ സ്നാക്സൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാത്ത ദിവസമൊക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒന്നല്ല ഈ പൊക്കവട. അപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ല സ്നാക്കാണിത്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു പാലക് പക്കോടൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കണ്ടു നോക്കണം. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അധികം തിക്കും അല്ല, ഒരു ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പക്കവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.